നമസ്കാരം. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വോട്ട് ചെയ്യാനൊന്നും അങ്ങനെ താല്പര്യമുണ്ടാകാറില്ല. രാഷ്ട്രീയക്കാരുമായി നല്ല ബന്ധമൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ട് ചെയ്യാനൊന്നും അവർക്ക് സമയമുണ്ടാകാറില്ല. അവർക്ക് വലുത് അവരുടെ ബിസിനസ്സാണ്, അവരുടെ യാത്രകളാണ്. അവർക്ക് പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും ഒഴിവാക്കി അവർ വോട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതിനെ വില കുറച്ച് കാണുന്ന ഒരു രീതി പലപ്പോഴും കണ്ടുവരാറുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായ ഒരു വ്യക്തിയെക്കുറിച്ചാണ് എനിക്കിത് പറയാനുള്ളത്. മറ്റാരുമല്ല, ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലി സാഹിബിനെ കുറിച്ച് തന്നെയാണ്. ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനാണ് എം.എ. യൂസഫ് അലി സാഹിബ്. സമ്പത്തിന് ഒട്ടും കുറവില്ല. ഇനി എന്താണെങ്കിലും എവിടെയാണെങ്കിലും അദ്ദേഹത്തിന് ഇന്ത്യയിലെ അദ്ദേഹത്തിന്റെ വോട്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ വിലപ്പെട്ടതാണ്. മറ്റുള്ള തിരക്കുകളൊന്നും അദ്ദേഹത്തിന് ഒരു പ്രശ്നമല്ല. ബാങ്കോക്കിൽ നിന്ന് അദ്ദേഹത്തിന്റെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് കിലോമീറ്റർ പറന്ന് ജന്മനാടായ നാട്ടികയിൽ അദ്ദേഹം എത്തിയിരിക്കുന്നു എന്നൊരു വാർത്ത നമ്മുടെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ്. വോട്ട് ചെയ്യാൻ വന്ന അദ്ദേഹം ഈ ജനാധിപത്യ പ്രക്രിയക്ക് അദ്ദേഹം എല്ലാവിധ ആശംസകളും അറിയിച്ചു. അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും അദ്ദേഹം വിജയം ആശംസിച്ചു. അദ്ദേഹത്തിന്റെ വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹത്തിന്റെ ബിസിനസ് തിരക്കുകളിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ബിസിനസ് ജെറ്റിൽ പറന്നെത്തി തന്റെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലി ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തന്റെ വോട്ട് രേഖപ്പെടുത്താൻ ജന്മനാടായ നാട്ടികയിലേക്ക് എത്തിയത് ബാങ്കോക്കിലെ ബിസിനസ് തിരക്കുകൾക്കിടയിൽ നിന്നാണ്. ബാങ്കോക്കിൽ ലുലുവിന്റെ പുതിയ ഭക്ഷ്യ സംസ്കരണ ലോജിസ്റ്റിക് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം തായ്ലാന്റ് വാണിജ്യ മന്ത്രി നിർവഹിച്ചതിനു ശേഷമാണ് യൂസഫ് അലി ബാങ്കോക്കിൽ നിന്ന് കൊച്ചിയിലേക്ക് പറന്നത്. ഉച്ചയോടെ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ എം.എ. യൂസഫ് അലി ഉച്ചയ്ക്ക് 3 നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം നാട്ടികയിലെത്തി. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിലെ 1-ാം ബൂത്തായ MLP സ്കൂളിൽ വൈകിട്ടോടെ അദ്ദേഹം എത്തി വോട്ട് രേഖപ്പെടുത്തി. UDF സ്ഥാനാർത്ഥിയായ KA ഷൗക്കത്ത് അലി, BJP സ്ഥാനാർത്ഥിയായ PV സെന്തിൽകുമാർ, LDF സ്ഥാനാർത്ഥിയായ IP മുരളി എന്നിവർ ബൂത്തിന് മുന്നിൽ അദ്ദേഹത്തെ കാത്തുനിന്നു. സ്ഥാനാർത്ഥികളോട് കുശലാന്വേഷണം നടത്തി പിന്നീട് വോട്ട് രേഖപ്പെടുത്തിയാണ് ബൂത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങിയത്. ഒരു പൗരൻ എന്ന നിലയിൽ തന്റെ കടമയും ബാധ്യതയുമാണ് വോട്ട് രേഖപ്പെടുത്തുക എന്നതെന്നും ലോകത്തിലെ ഏറ്റവും വലുതും ശക്തിയുള്ളതുമായ ഭരണഘടനയാണ് ഇന്ത്യയുടേതെന്നും അദ്ദേഹം പ്രതികരിച്ചു. പഞ്ചായത്ത് മെമ്പർ മുതൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ്. ഒരു കച്ചവടക്കാരനും വാർഡ് മെമ്പറും ഒരുമിച്ച് നിന്നാൽ വാർഡ് മെമ്പറിനാണ് മുൻഗണന നൽകേണ്ടത്. അദ്ദേഹം ജനങ്ങളുടെ പ്രതിനിധിയാണെന്നും എം.എ. യൂസഫ് അലി ഓർമ്മിപ്പിച്ചു. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ബൂത്തിലെത്തിയ ബാല്യകാല സുഹൃത്തിനോട് കുശലം പറഞ്ഞും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയക്ക് ആശംസയും നേർന്നാണ് അദ്ദേഹം മടങ്ങിയത്. ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഭാരതം. ലോകത്തിലെ ഏറ്റവും വലിയതും ശക്തിയുള്ളതുമായ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ ഭാരതത്തിൻ്റെ. നമ്മൾക്ക് ആ കോൺസ്റ്റിറ്റ്യൂഷനോട്, ഭരണഘടനയോടൊരു ബാധ്യതയുണ്ട്, രാജ്യത്തോടൊരു ബാധ്യതയുണ്ട്. ഒരു പഞ്ചായത്ത് മെമ്പർ മുതൽ പ്രധാനമന്ത്രി വരെയും ഈ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് ഒരു പ്രത്യേകമായ പ്രോട്ടോക്കോളുണ്ട്. ഒരു കച്ചവടക്കാരനും ഒരു വാർഡ് മെമ്പറും കൂടി നിന്നാൽ ആ വാർഡ് മെമ്പറാണ് എപ്പോഴും, കാരണം ജനങ്ങളുടെ പ്രതിനിധിയാണ്. ഞാൻ പഠിച്ച സ്കൂളാണ് 1 മുതൽ 4 വരെയും പഠിച്ച നാട്ടിക ലോവർ പ്രൈമറി, മാപ്പിള ലോവർ പ്രൈമറി സ്കൂളാണ്. ഇവിടെയാണ് ഞാൻ പഠിച്ചത്. അപ്പം പ്രത്യേകിച്ച് ഞാൻ പഠിച്ച് വളർന്ന സ്കൂളിൽ വോട്ട് ചെയ്യാൻ വരുന്നത് എന്നുള്ളതിൽ എനിക്ക് പ്രത്യേക സന്തോഷം. 2, എൻ്റെ ഭരണഘടന ബാധ്യത ഞാൻ നിർവഹിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് പ്രത്യേകമായ സന്തോഷം. ജന്മനാട്ടിലേക്ക് എത്തുന്നതിന്റെ ഒരു സെന്റൻസ്. എൻ്റെ സഹപാഠി ഷൺമുഖൻ എവിടെ? ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചത് ഷൺമുഖൻ. ബൂത്ത് ഏജന്റാണ്, തൊട്ടടുത്ത വീടാണ്. അതിൽ അവരൊക്കെ കാണുമ്പോൾ എനിക്ക് പ്രത്യേക സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇവിടെയല്ല ജനിച്ചു വളർന്നത്, അത് മറക്കാൻ പാടില്ല. ഞാൻ ബാങ്കോക്കിലായിരുന്നു. ഇന്നവിടെ ഞങ്ങളുടെ ഏറ്റവും വലിയ ഫുഡ് പ്രോസസ്സിങ് അവിടുത്തെ കമേഴ്സ് മിനിസ്റ്റർ വന്ന് ഇനാഗുറേഷൻ നടത്തി. നേരെ എയർപോർട്ടിൽ കയറി ഇങ്ങോട്ട് വന്നത്. അപ്പോൾ കൊച്ചിയിൽ ഇറങ്ങി ഇത് കഴിഞ്ഞാൽ പിന്നെ താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും വിശേഷം?
വിശേഷം? എന്തുണ്ട്? മോൻ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നാല നമുക്ക് ആശംസ, എല്ലാവർക്കും ആശംസ.